പ്രിയ കലാസ്നേഹികളെ, എന്നും വെറൈറ്റി നാടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ള ലാൽ ബാബു ക്രിയേഷൻസ് ഒരു പുതിയ നാടകവുമായി എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നും കേട്ട് പരിചിതമുള്ള വാക്കുകൾ കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന മൊബൈൽ ഡ്രാമ അടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ആരംഭിക്കും. നിങ്ങളുടെ ലൈക്കുകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഷെയർ ചെയ്യട്ടെ. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് വീഡിയോ കോൾ ട്രാപ്പാണുണ്ണി, വോയിസ് കോളല്ലോ സുഖപ്രദം. അഥവാ വീഡിയോ കോൾ ട്രാപ്പാണ് ഉണ്ണി, വോയിസ് കോളല്ലോ സുഖപ്രദം. What you feeling when you look into my eyes? What you feeling? Flashlight, 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 flashlight. സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. ഇന്ന് ഓഫർ ഉണ്ട്. 399 രൂപയേ ഉള്ളൂ. മാത്രമല്ല രാത്രി 1 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്തോളൂ. ചെയ്ത് ഗോൾഡൻ ലൈവ് ഉണ്ടായി. അയ്യോ എന്റെ അമ്മോ, ഒരു ചാരിറ്റിക്ക് ചോദിച്ചാൽ ഒരുത്തന്റെ കയ്യിലും പൈസ ഇല്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ചറപറ എന്നാണ് പൈസ. റീൽ ചെയ്യാൻ സമയായി. മോളെ ഗൂഗിളേ. അയ്യോ, അപ്പന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ ആ കേട്ടത്? അപ്പ വാട്സപ്പാ. അപ്പ ഞാൻ രാവിലെ മുതൽ അപ്പനെ സെർച്ച് ചെയ്യുവാ. അപ്പൻ എവിടായിരുന്നു? മോളെ FB കുറച്ച് ഡോളർ വന്നില്ലേ, അത് മാറ്റാനായി പവർ ബാങ്കിൽ പോയതാ. എന്നിട്ടെന്താ, തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പ്ലേ സ്റ്റോറിലും കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പൻ എനിക്ക് വേണ്ടി എന്താ വാങ്ങി വന്നേ? ഒരു പാക്കറ്റ് ലൂഡോയും കുറച്ച് കാൻഡി ക്രഷ്. അപ്പാ പക്ഷെ എനിക്ക് കാൻഡി ക്രഷ് വേണ്ടപ്പാ. പിന്നെന്ത് വേണം? നല്ല ചൂട് PUBG വേണമായിരുന്നു. മോളെ അതൊക്കെ നിരോധിച്ചില്ലേ, ഒരു പ്ലേ സ്റ്റോറിലും അത് കിട്ടാനില്ല. എന്താ അപ്പ പെട്ടെന്നൊരു ഹാങ്? അപ്പാ അപ്പന്റെ സോഫ്റ്റ്വെയർ കൂടി വരുന്നുണ്ട്. സെറ്റിംഗ്സ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി. മാത്രമല്ല ഈ മുഖത്ത് ബ്രൈറ്റ്നെസ് കുറയുന്നുണ്ടപ്പാ. അതെ മോളെ, അച്ഛന്റെ സ്റ്റോറേജ് ഫുള്ളായെന്നാ തോന്നുന്നത്. ഇനി എത്ര ജി ബാക്കിയുണ്ടോ? അപ്പൊ എന്താണ് ഈ അസ്ഥാനത്തൊരു വോയിസ് നോട്ട്? ഒന്നുമില്ല മോളെ, പഴയതുപോലെ അല്ല. മോളുടെ മോണിറ്റൈസേഷൻ ആയിരിക്കും നയമാണ്. അതുകൊണ്ട് മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേക്ക് ഐഡിയിൽ നിന്നും പല കമന്റുകളും വരും. നോ റിപ്ലൈ. മനസ്സിലായോ? ഹാക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ മെസ്സഞ്ചറും തുറന്നിട്ട് ഇരിക്കരുതെന്ന്. ഇല്ലപ്പാ, ഞാൻ പാറ്റേൺ ലോക്കിട്ട് പൂട്ടി വെക്കുവപ്പാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ ഹെയറിലായി വൈറലാവും. മനസ്സിലായോ? അപ്പാ എന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് സൂക്ഷിക്കാൻ എനിക്കറിയാം അപ്പാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുടുംബത്തിന് ഒരു ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. അത് നീയായിട്ട് തകർക്കരുത്. ഇല്ലപ്പാ, ഒരിക്കലും ഇല്ല. ഇത് എന്തുകൊണ്ടാ പറയുന്നത് നിനക്കറിയാമോ? എന്താപ്പാ? അപ്ഡേറ്റ് ചെയ്യാത്ത ഗൂഗിൾ മാപ്പും 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയും ഒരുപോലെ. എന്താണപ്പാ? എപ്പോഴാ റൂട്ട് തെറ്റുന്നെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. മോള് വിഷമിക്കണ്ട. മോളെ നിനക്കൊരു ചേട്ടനില്ലേ, ചാറ്റ് GPT? അവൻ എവിടെ? അറിയില്ലപ്പാ. കാലത്ത് വീട്ടിൽ നിന്ന് 2 ഇമോജി കഴിച്ച് പോയതാണ്. എവിടെയാണെന്ന് അറിയില്ല. ആ ടെലഗ്രാമത്തിൽ നീ കാണും അവൻ. ഞാനിവിടെ ഉണ്ട് വാട്സപ്പാ. വന്നല്ലോ ഫുൾ ബ്ലോഗർ, വിളമ്പി കൊടുക്കണേ. വാട്സപ്പാ, എന്നെ കാണുമ്പോൾ ഒരു സ്മൈലി എങ്ങനെ കിട്ടൂടെ വാട്സപ്പാ? എന്നെ ഡിസ്ലൈക്ക് ചെയ്യണോ? എന്തിനാ ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന്? ഒരു അപ്ഡേഷൻ ഇവനില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് അപ്ലോഡ് ചെയ്തിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നതല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമടാ? വാട്സപ്പാ,
നിന്റെ പെങ്ങൾ ഗൂഗിളിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോടാ? കൊണ്ട് എന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമത്തിൽ നിന്നും ഒരു കൊളാബ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ റേഞ്ച് കൂടും അപ്പച്ചാ, റേഞ്ച് കൂടും. അതെ, നമുക്ക് റീച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടന്റ് ഉറപ്പിച്ചാലോ? ഉറപ്പിക്കാം. എന്താ മോളെ, ആ കണ്ടന്റ് ഉറപ്പിച്ചാലോ? മോളെ പെട്ടെന്നെന്താ ഒരു ഫ്ലൈറ്റ് മോഡായത്? അത് അപ്പച്ചാ പറയൂ. അത് അത് അപ്പ ഈ കൊളാബ് റിവ്യൂ ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്താ പോരെ? അല്ല, റിവ്യൂ ഒക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. പക്ഷെ എന്തോ ഒരു പന്തികേട് കാണുന്നുണ്ട്. വാൾപേപ്പർ കണ്ടിട്ട് അവളുടെ ഗാലറിയിൽ എന്തോ ഹൈഡ് കണ്ടിട്ടിട്ടുണ്ട്. മോളെ നീ വന്നേ, ചെല്ലു മോളെ. നീ വന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അറിയാതെ മോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ചെയ്യുന്നുണ്ടോന്ന്? ചെയ്യുന്നുണ്ടോ മോളെ? Tell me. സ്റ്റോറി അപ്പാ, സ്റ്റോറി. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടപ്പാ, ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാടിയവൻ? ആരാടിയവൻ? തക്കി തൂക്ക. നക്കി തൂക്കാനാ? എടാ ഫുഡ് ബ്ലോഗറെ, നക്കി എപ്പോഴും തൂക്കാൻ. നക്കി തൂക്കുന്ന കാര്യം മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂടാ. അവള് പറഞ്ഞ നക്കി തൂക്കാനല്ല പറഞ്ഞത്, ജട്ടി തൂക്കാനാ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? അതല്ല, അവന്റെ പേര് തക്കി തൂക്ക. തക്കി തൂക്ക. അവൻ നിന്നോട് ഫോളോ ചെയ്ത സ്ഥിതിക്ക് നിനക്ക് അൺഫോളോ ചെയ്തൂടെ? ഇല്ലപ്പാ, ഇല്ല വാട്സപ്പാ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അങ്ങ് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് നിന്നെ അവൻ ലൈക്ക് ചെയ്തു, നാളെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയൂ. ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല വാട്സപ്പാ, എന്റെ തക്കി അങ്ങനെ പറയില്ല. എന്റെ തക്കി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇൻസ്റ്റാഗ്രാമത്തിൽ പോയിട്ട് ഇവനെ കുറിച്ച് അന്വേഷിക്കാം. പോരെ? അങ്ങോട്ട് പോയി നിന്നാൽ ഇങ്ങോട്ട് വാ, ഫോളോ ചെയ്യ്. എന്നെ ഫോളോ ചെയ്യൂ. എന്റെ ഗൂഗിൾ ക്രോമിലമ്മേ എന്റെ തക്കിയെ കുറിച്ച് ഫ്രഷ് കണ്ടന്റ് കേട്ടാ മതി. ഗൂഗിളേ, എന്റെ തക്കി എന്റെ തക്കി എന്താ ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ പെട്ടെന്നൊരു വരവ്? മണ്ടിപ്പെണ്ണേ, ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ചെന്ന് കയറാൻ ലൈസൻസ് ഉള്ള ഒരു ട്രാവൽ ബ്ലോഗറാണ് ഞാൻ. തക്കി ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? എന്റെ അപ്പനും ചാറ്റ് ജിപിടിയും തക്കിയെ തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ വീട്ടിൽ ആരുമില്ല അല്ലേ? ഇല്ല. നമ്മൾ രണ്ടുപേർ മാത്രം. അതെ. അപ്പോ ഒഴിഞ്ഞു കിടക്കുന്ന ഗാലറിയാണ്. നമുക്ക് രണ്ടുപേർക്കും അകത്ത് പോയി ഒന്ന് പോഡ്കാസ്റ്റ് ചെയ്താലോ? വേണ്ട, നമ്മളുടെ പോഡ്കാസ്റ്റ് ആരെങ്കിലും കണ്ടാൽ അത് മൊത്തം ബ്രോഡ്കാസ്റ്റ് ആവും. പിന്നെ ഈ നാട്ടില് മുഴുവനും അത് ടിക്ടോക്ക് ആവും. ടിക്ടോക്ക് ആവട്ടെ, നല്ലതല്ലേ? മില്യൺ വ്യൂവേഴ്സ് വരും. സായിപ്പിന്റെ ഡോളർ വന്ന് കൂടും. പിന്നെ നമ്മൾ ആരാ? 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 സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി. ചന്ദ്രനൊത്തൊരു മണിമാളിക തുടങ്ങാം. അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ. ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നില്ലേ? അല്ല, സംഭവം വേറൊന്നുമല്ല. ഈ സൈലന്റ് മൂഡ് കണ്ടിട്ട് എന്റെ ഹോട്ട്സ്പോട്ട് ഉണർന്നു. No way. അതുകൊണ്ട് എനിക്കൊരു ഉമ്മ വരുമോ? തക്കി എന്ന് വിളിച്ച വാഗുണ്ട് ഡാഷ് ബോർഡ്
എന്ന് വിളിക്കരുത്. നീ എന്നെ ഹാഷ്ടാഗ് ചെയ്യുവാണോ? ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല തക്കി. ഇതൊക്കെ കല്യാണത്തിന് ശേഷമേ പാടുള്ളൂ. ഇനി നമ്മൾ 90 കിഡ്സ് അല്ല, we are Gen Z. ഇവിടെ ഇതാണ് ട്രെൻഡ്. ഏത്? കല്യാണത്തിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ പുതുതായിട്ടൊരു ബ്ലോഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്ത്? യോയോ റൂമുകളെ കുറിച്ചുള്ള ഒരു വ്ളോഗ്. നമുക്ക് അങ്ങനെ ഒരു റൂമിൽ പോയി ഒരു റൂം എടുത്ത് കട്ടിലിരുന്ന് ഒരു വ്ളോഗ് ചെയ്താലോന്ന്. അത് എനിക്ക് പേടിയുണ്ട്. പേടിച്ചിട്ട് കാര്യമില്ല. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ മതി. മതിയോ? ഇതാണ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. എന്നാ നമുക്ക് റൂമിലേക്ക് പോകാം. മോളെ ഗൂഗിളേ, മോളെ ഗൂഗിളേ, വാട്സപ്പാ എന്റെ പൊസിഷൻ എവിടെയാണ്? മോളെ നീ പറഞ്ഞില്ലേ ഒരു ടക്ക് ടൂക്കിയെ പറ്റി? ഞങ്ങൾ അവനെ കുറിച്ച് അന്വേഷിച്ചു. ഫേക്ക് ആണ്, ഫേക്ക്. അപ്പൻ എന്താ അപ്പ പറയുന്നത്? കപ്പ ഫുട്ബോൾ മാറി നിൽക്കും. അവൻ വെറും ഫേക്ക് അല്ല, ഫേക്ക് പ്രോ ആണവൻ, ഫേക്ക് പ്രോ. അപ്പ ഇത് ഏതോ ഓൺലൈൻ ന്യൂസുകാര് അപ്പൻ ഫേക്ക് ന്യൂസ് തന്നേക്കുവാണ്. അല്ല എന്റെ തക്കി ഫേക്ക് അല്ല. നമുക്ക് തക്കിയോട് തന്നെ ചോദിക്കാം. എന്നാ ചോദിക്കാം, വാ പോവാം. അവിടെ പോണ്ട, പിന്നെ തക്കി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാ? അപ്പൊ അവൻ തക്കിയല്ല, നക്കിയാണ് അവൻ. റൈഡല്ലേ? ഇതാണ് തക്കി, ഇതാണ് എന്റെ തക്കി. ചോദിച്ചു നോക്ക്, അപ്പൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു നോക്ക്. ഇവിടെ മുഖം മറച്ചിരിക്കുന്നത് എന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. എന്റെ ലോക്ക് ഞാൻ പൊളിക്കണോ അതോ നീ പൊളിക്കുന്നോ? നോക്കട്ടെ. അശ്വതി അച്ചു, സുധീഷുജാ, ഒറ്റക്കണ്ട് കാണിച്ച്. അഞ്ജന അപ്പുകുട്ടൻ, സരയു ഗാരു ഗുരു. അയ്യോ ഫേക്കാണ് മോളെ, ഇവൻ കട്ട ഫേക്കാണ്. ഫേക്കിന്റെ രാജാവാണ് അവൻ, രാജാവ്. ഫേക്കിന്റെ രാജാവാണ് മോളെ ഇവൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അപ്പന് ചാറ്റ് എങ്ങനെ അറിയാം? പറഞ്ഞു വിടറാ. അച്ഛൻ പറ. കണ്ടുപിടിച്ച പറഞ്ഞു വിട്. അച്ഛൻ പറ, അച്ഛനെ പറയണ്ടേ? അവര് പറയണ്ട, ഞാൻ പറയാം. ഇവര് രണ്ടുപേരും എന്റെ ഫാൻസാ. ഇത് അശ്വതി അച്ചുവിന്റെ ആളാ. രാത്രി എന്റെ ഫേക്ക് ഐഡിയാണ് അശ്വതി അച്ചു. അതിന് രാത്രി ഒരു 10 മണിയാകുമ്പോ പുള്ളിക്കാരൻ വന്നിട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഏതാണെന്നറിയാം. മറ്റേ പുള്ളിക്ക് ഡ്രസ്സ് ഏതാണെന്നറിയണ്ട, ഡ്രസ്സിന്റെ കളർ അറിഞ്ഞാൽ മതി. പിന്നെ കുളിക്കുമ്പോ കപ്പിന്ന് വെള്ളം വീണ ശബ്ദം കേൾക്കണം, കരിയിലെ കൂടെ ചവിട്ടി നടക്കണ ശബ്ദം കേൾക്കണം. കൂടുതൽ പറയണ്ട. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ സോൾവ് ആവും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി മോളെ, നീ അവനെ കെട്ട്, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഈ ഫേക്കിനെ വേണ്ട. അവൾക്ക് വേണ്ടെന്നാണ് അത് പറഞ്ഞാ പറ്റൂല. എങ്ങനെ വേണ്ടെന്ന് പറയും? നീ ഇങ്ങോട്ട് മാറിയില്ലേ? നീ ഞാനും കൂടെ ഇഷ്ടമായതിന്റെ അന്നോട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ഞാനത് പോഡ്കാസ്റ്റ് തുടങ്ങും. അത് കാശും കൊടുത്ത് ആൾക്കാർ മേടിക്കുകയും ചെയ്യും. നീയും തൂങ്ങും, നിന്റെ അപ്പനും നാറും സകല മനുഷ്യരും നാറി. എനിക്ക് കണ്ടന്റ് മതി. അപ്പാ എന്ത് ചെയ്യും? അപ്പാ എന്ത് ചെയ്യും? കുടുംബത്തിന് നാണക്കേടായ സ്ഥിതിക്ക് ഞാൻ കരഞ്ഞ് കാല് പിടിക്കാം. ആരാ അവന്റെ? അല്ലാതെ എന്ത് ചെയ്യാൻ? വേണ്ട അച്ഛ കാല് പിടിക്കണ്ട. ഇതുപോലുള്ള ഫേക്കുകളുടെ കാലല്ല പിടിക്കേണ്ടത്. സ്ത്രീകളുടെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഇവന്മാരുടെയൊക്കെ അടിച്ചമർത്തേണ്ടത്. എന്റെ ബെൽബട്ട തകർന്നേ. ഇന്നൊരു കാര്യം മനസ്സിലായില്ലേ മോളെ? വീഡിയോ കോൾ ദുഃഖമാണ് ഉണ്ണി, വോയിസ് കോളല്ലോ സുഖപ്രദം.